കാർത്തികയുടെ അവസാനത്തെ 3 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദങ്ങൾ എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള ഇടവക്കൂറിൽ ജനിച്ചവരുടെ രാഹുകേതു മാറ്റഫലങ്ങളെ നോക്കാം. കഴിഞ്ഞ 1.5 വർഷക്കാലമായി രാഹുവിൻ്റെ 11ാം ഭാവസഞ്ചാരം അനുകൂല ഫലങ്ങളെയും കേതുവിൻ്റെ 5ാം ഭാവസഞ്ചാരം ദോഷഫലങ്ങളെയും ഇടവക്കൂറുകാർക്ക് നൽകിയിട്ടുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ വന്ന് കാണും. ചെറുപ്പക്കാർക്ക് പ്രണയനൈരാശ്യവും ഉണ്ടായി കാണും. വിവാഹം കഴിഞ്ഞ ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ലഭിക്കുന്നതിൽ തടസ്സം വന്ന് കാണും. 2025 മെയ് 18-ാം തീയതി രാഹുവും കേതുവും രാശി മാറുന്നതോടെ ഇതുപോലെയുള്ള ദോഷഫലങ്ങളെല്ലാം മാറുകയും അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങുന്നതുമാണ്. രാഹുവിൻ്റെ മേൽ ശുഭഗ്രഹമായ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ ഇടവക്കൂറുകാർക്ക് തൊഴിൽപരമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരിലുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ ഇനി മാറും. അതേസമയം നാളിൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ഭൂമി, വീട്, വാഹനം എന്നിവ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങളും ചിലവുകളും വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ പഠിച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. പഠനം കഴിഞ്ഞ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. ജോലിയിലുള്ളവർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണയുണ്ടാകും. മേലുദ്യോഗസ്ഥരുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. പ്രതീക്ഷിക്കുന്ന സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അധികരിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറി പുതിയ അവസരങ്ങൾ വന്നു ചേരും. കലാപരിപാടികൾക്കായി വിദേശത്ത് പോകാനുള്ള അവസരങ്ങളും വന്നു ചേരും. അഭിനേതാക്കൾക്ക് അന്യഭാഷകളിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളും തേടിയെത്തും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ഫലങ്ങളുണ്ടാകും. സാമ്പത്തിക പ്രതിസന്ധി കുറയും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പുരോഗതി ഉണ്ടാകും. കേതു 4ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ വീടും സ്ഥലവും വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ വരാനും ബന്ധുമിത്രാദികളുമായി അകൽച്ചയുണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. അതേസമയം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുള്ളവർ ഇടയ്ക്കിടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന രാഹുകേതു മാറ്റം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ ആയിരിക്കും ഇടവക്കൂറുകാർക്ക് നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കൂർ ജനിച്ചവരുടെ രാഹുകേതു മാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മിഥുനക്കൂർ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.